നിയമനിർമ്മാണം 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 8ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 8ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മന്ത്രിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. സർ, ഇത് വളരെ ചെറിയ ഒരു ഭേദഗതി കൊണ്ടുവരുന്ന ബില്ലാണ് സർ. നമ്മൾ സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യമായ ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇത് 2022 ഒക്ടോബർ 5-ാം തീയതി ഉള്ള നികുതി ഉത്തരവ് പ്രകാരം പുറപ്പെടുവിച്ചതും 2023 നവംബർ 3-ാം തീയതിയിലെ 37-45 നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതായ വിജ്ഞാപന പ്രകാരമാണ്. സർ, അതനുസരിച്ച് ധാന്യങ്ങളൊഴികെ സംസ്ഥാനത്ത് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നത്. സർ, ഇത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് 2023 ബഡ്ജറ്റ് പ്രസംഗത്തിൽ 547-ാം ഖണ്ഡികയിൽ കർഷകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതിനായി കേരളത്തിലെ ധാന്യങ്ങളൊഴികെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടി വൈനിനും ഇന്ത്യൻ നിർമ്മിത വൈനിൻ്റെ അതേ നികുതി ഘടന ബാധകമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാർഷിക മേഖലയിലെ കുറച്ചുകൂടി വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് കൃഷിക്കാർക്ക് സഹായകരമാകുമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ ഹോട്ടി വൈനിൻ്റെ കാര്യം നമ്മൾ അന്ന് ബഡ്ജറ്റിൽ പറഞ്ഞതും അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഈ വരുന്നത്. അപ്പോൾ വിദേശ മദ്യ വിൽപ്പന നികുതി നിയമം അനുസരിച്ച് നികുതി 1963 കേരള പൊതുവിൽപ്പന നികുതി ആക്ടിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. സാർ, ഇത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഇന്ത്യൻ നിർമ്മിത വൈനുകൾക്ക് തുല്യമായി എന്ന് പറയുമ്പം ആ റേറ്റും അതുപോലെ നമ്മുടെ ആക്ടിനകത്ത് ആ ഭാഗം ഈ ഹോട്ടി വൈൻ എന്ന് പറഞ്ഞൊരു ഇൻസെഷൻ വേണം. അത് ഇൻസെഷൻ ചെയ്യുക എന്ന് ഏറ്റവും പ്രധാനമായിട്ട് റേറ്റിനേക്കാളും കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വൈനുകളുടെ കൂടെ ഹോട്ടി വൈനും കൂടി ചേർക്കണം. ഹോട്ടി വൈൻ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ വേണം. ഹോട്ടി വൈൻ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളൊഴികെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വൈനാണ്. ആ വൈൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉപയോഗം കൂടും, വില കിട്ടും എന്നുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് അത് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ നടപടിക്രമമാണ് ഈ ബില്ല്. സർ, അയക്കണം, സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ശ്രീ മുരളി പെരുന്നെല്ലിക്ക് 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ അതിനെ പിന്താങ്ങുകയാണ്. 2022 ഒക്ടോബർ 25-ാം തീയതിയിലെ GOP നമ്പർ 136/2022 നികുതി ഉത്തരവ് പ്രകാരം പുറപ്പെടുവിച്ചതും 2023 നവംബർ 3-ലെ 3745-ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതുമായ വിജ്ഞാപന പ്രകാരം ധാന്യങ്ങളൊഴികെ സംസ്ഥാനത്ത് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. 2023-24 ബജറ്റ് പ്രസംഗത്തിലെ ഗണ്ണിക 547-ൽ സംസ്ഥാനത്തെ കർഷകരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നിർമ്മിത വൈനിൻ്റെ നിലവിലുള്ള നികുതി ഘടന ഹോട്ടി വൈനിന് ബാധകമാകുമെന്നും പ്രഖ്യാപിച്ചു. സർ, വിദേശ മദ്യത്തിനുള്ള വിൽപ്പന നികുതി 1963 കേരള പൊതുവിൽപ്പന നികുതി ആക്ടിൽ 1963 15 കീഴിലാണ് ചുമത്തപ്പെടുന്നത്. ഇന്ത്യൻ നിർമ്മിത വൈനിൻ്റെ വിൽപ്പന നികുതിക്ക് തുല്യമായി ഹോട്ടി വൈനിൻ്റെ വിൽപ്പന നികുതി നിശ്ചയിക്കുവാനും 1963 പൊതുവിൽപ്പന നികുതി ആക്ടിൽ അനുയോജ്യമായ ഭേദഗതി വരുത്തുവാനുമാണ് സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനാണ് LDF സർക്കാർ ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, ഇപ്പോൾ കേരളത്തിൽ വൈൻ എത്തുന്നത് മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈനാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കശുമാങ്ങ, വാഴപ്പഴം, പൈനാപ്പിൾ, ചക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങളാൽ സമ്പന്നമായൊരു സംസ്ഥാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളം എന്ന് നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇതിൽ നല്ലൊരു പങ്കും നശിച്ചു പോകുന്നൊരു പ്രവണതയാണ് ഈ പഴങ്ങളൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാശം സംഭവിക്കുന്ന ഇത്തരം പഴവർഗ്ഗങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർക്ക് വളരെയേറെ പ്രയോജനകരമായ രൂപത്തിൽ ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിച്ചാൽ അത് കർഷകർക്ക് വളരെയേറെ ഗുണകരമായ ഒരു നടപടിയാണെന്നുള്ള കാര്യം സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്.
കാർഷിക സർവകലാശാലയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. സർ, സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്രം വരിഞ്ഞു മുറുക്കുമ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിലും അതുപോലെ വികസനത്തിലും ഒരു കുറവ് വരുത്താതിരിക്കാൻ പിണറായി സർക്കാർ ബദ്ധശ്രദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മെല്ലെപ്പോക്ക് മറികടക്കാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് തീർത്തും നിരാശാജനകമാണെന്നുള്ള കാര്യം നമ്മൾ കാണുകയാണ്. കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള പതിവ് ശൈലി തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി സംസ്ഥാനങ്ങളെ തുല്യനിലയിൽ കാണുന്ന സമീപനമെടുക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ള അതിക്രൂരമായ നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി 3-ൽ തന്നെ നിലനിർത്തണം എന്ന് വാശി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി 3% നിർത്തണമെന്ന് വാശി പിടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് 4.4% ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കടമെടുക്കും, തോന്നിയ പോലെ അത് ചെലവഴിക്കും, നിങ്ങൾ കടമെടുക്കാൻ പാടില്ല എന്ന നിലപാട് തീർത്തും സ്വേച്ഛാധിപതികൾക്ക് മാത്രം യോജിക്കുന്ന ഒരു നിലപാടാണ്. കാർഷിക മേഖലാ വീതം വൻതോതിൽ കുറയുകയാണ് കേരളത്തിൽ. വളം സബ്സിഡി 3400 കോടി കുറച്ചു, വിള ഇൻഷുറൻസ് 3600 കോടി കുറച്ചു, പെട്രോളിയം സബ്സിഡി 2600 കോടി രൂപ കുറച്ചു. അതേപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ വർഷവും കഴിയുന്തോറും കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്താനുള്ള ഒരു നിർദ്ദേശവുമില്ലാത്തൊരു ബജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിനുണ്ടാകുന്ന വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അത് മറികടക്കാൻ ആവശ്യമായ നടപടികളും എടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ആകെ കടക്കിണിയിൽ പെടുകയാണെന്നുള്ള രൂപത്തിലുള്ള വലിയ ചർച്ചകൾ നടത്തുകയാണ്. പ്രതിപക്ഷം അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങളും ആ നിലയിൽ കേരളം കടക്കണിയിൽപ്പെട്ട് കിടക്കുന്നു എന്നുള്ള രൂപത്തിലേക്കുള്ള സംഭാഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കണക്കുകൾ കാണിക്കുന്നത് കേരളം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കടം കുറച്ച സംസ്ഥാനങ്ങളിലൊന്നാണ്. കടം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിന് ആകെ കടം 4.2 ലക്ഷം കോടി രൂപ മാത്രമാണെന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 33.9% മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ഇതൊന്ന് കുറഞ്ഞു വരികയാണ്. എന്നാൽ മുൻകാല ഭരണകാലഘട്ടത്തിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിയാകുന്ന പ്രവണതയാണ് കേരളത്തിലുണ്ടായിരുന്നത്. ആ പ്രവണതയ്ക്ക് തടയിട്ടുകൊണ്ട് കടം കുറച്ച് കൊണ്ടുവരുന്ന പ്രവണതയാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇപ്പോൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ദുരന്തമുഖങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു നിലപാടാണ്, മനുഷ്യരുടെ തന്നെ നിലപാടാണ്. ആ ദുരന്തമുഖത്ത് പോലും മോഡി സർക്കാർ അതിക്രൂരമായ നിലപാടാണ്, രാഷ്ട്രീയ വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2018 പ്രളയത്തിൽ നമ്മൾ മുങ്ങിയപ്പോൾ കിട്ടുമായിരുന്ന വിദേശ സഹായം പോലും അത് തടയുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. എന്നാൽ അവർ മഹാരാഷ്ട്ര അതുപോലെ മഹാരാഷ്ട്രയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി കൊടുക്കുന്ന ഒരു ഇരട്ട നയവും നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ഫെഡറലിസം തകർക്കുന്ന ഇരട്ട നീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തോട് കാണിക്കുന്നത്. അത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി പോകുന്നു എന്നുള്ളതും നമുക്ക് കാണാം. ഇപ്പോൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം, അവിടെയും നമ്മൾ ധാരാളം ഈ കാര്യങ്ങൾ കണ്ടതാണ്, ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെയും ഏകദേശം കേന്ദ്ര ഗവൺമെൻറ് ഒരു കാടൻ നീതിയാണ് കേരളത്തോട് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇവിടെ ആ സമയത്ത് തന്നെ വന്നൊരു കാര്യമുണ്ട്, പ്രതിപക്ഷത്തു നിന്നാണ് അതും ചോദിച്ചത്, ഇവിടെ എത്ര സഹായം ഉണ്ടായി, സഹായമൊന്നും കിട്ടിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിട്ടിയത് കടം മാത്രമാണ്, കടമായിട്ടാണ് കൊടുത്തത്, കടം തിരിച്ചു കൊടുക്കണം. അപ്പോൾ സഹായമായി ദുരന്തമുഖത്ത് ഒരു സഹായം ഈ കേരളത്തിന് ലഭിച്ചിട്ടില്ല ആ വലിയ ദുരന്തത്തിലും എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് സഹായം തന്നില്ലെങ്കിൽ പോട്ടെ, സഹായം തന്നില്ലെങ്കിലും ഇവിടെ വന്ന ഹെലികോപ്റ്ററിൻ്റെ വാടക പോലും തിരിച്ചു പിടിക്കുന്ന അത്ര ക്രൂരതയാണ് കേന്ദ്ര ഗവൺമെൻറ് കാട്ടിയത് എന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതേസമയം ഇതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടായ തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, ത്രിപുര, ബീഹാർ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്ര സഹായം നൽകി എന്നുള്ളതും നമ്മൾ കണ്ടുപോകണം. അവിടെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട നീതി. ഈ ഇരട്ട നീതി കേരളത്തോട് മാത്രമാണ്. അപ്പോൾ ഇരട്ട നീതിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം പറയാൻ കഴിയും. അപ്പോൾ കേന്ദ്ര നികുതി വിഹിതം കൊടുക്കുന്ന കാര്യത്തിലും വലിയ വലിയ
തിരിച്ചടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിഹിതത്തിൽ വലിയ വലിയ വിവേചനം കേരളത്തിൽ കാണിക്കുകയാണ്. ആകെ കേന്ദ്ര നികുതിയുടെ 18% ഉത്തർപ്രദേശിന് കൊടുത്തു, ലക്ഷക്കണക്കിന് രൂപയാണ്. എന്നാൽ കേരളത്തിന് കിട്ടിയത് വെറും 1.925% മാത്രമാണ്. അപ്പോൾ കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് തരുന്ന കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് വളരെ വിവേചനപരമായ നിലപാട് കാണിക്കുന്നു എന്നുള്ളത് കേരളത്തോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് സാർ. എന്നിട്ടും ഈ കൊച്ചു കേരളം നീതി ആയോഗിൻ്റെ അടയാളപ്പെടുത്തൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ത്യയിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് അത്ഭുതത്തോടു കൂടിയാണ് ജനം കാണുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്ര ക്രൂരമായി കേരളത്തോട് പെരുമാറിയിട്ടും, അർഹതപ്പെട്ടത് കേരളത്തിന് കൊടുക്കാതിരുന്നിട്ടും, നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം കേരളം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് കേരളത്തിലെ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ നിലപാടിൻ്റെ ഭാഗമായാണ് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രകടനമാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ മാനേജ്മെൻറ്റും സർക്കാരിന് കരുത്ത് പകരുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രമാത്രം കേരളത്തോട് ദ്രോഹം കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അപ്പുറത്ത് പ്രവർത്തിക്കുകയും ഇതുപോലുള്ള ഇരട്ട നീതി പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേരളം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ല, കടം കുറച്ച് കൊണ്ടുവരികയാണ്. ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരത, ആ ക്രൂരതയ്ക്കെതിരെ എന്നൊരു അക്ഷരം പറയാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ? അതില്ല എന്നുള്ള വാസ്തവം നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയില്ല, പറയാൻ നാവ് പോകുന്നില്ല. കാരണം എന്താ? മുഖ്യമന്ത്രി കസേരയും മന്ത്രി കസേരകളും കണ്ട് സ്വപ്നം കണ്ട് അവർ ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ ആ ആനന്ദത്തിലാണ്. ആ കൂടാരമായി മുഖ്യമന്ത്രി കസേരയും അതുപോലെ മന്ത്രി കസേരകളൊക്കെ സ്വപ്നം കാണുന്നവരുടെ ഒരു കൂടാരമായിട്ട് പ്രതിപക്ഷം ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ദിവാ സ്വപ്നം കാണുക എന്നല്ലാതെ നടക്കാൻ പോണ കാര്യമല്ല എന്നുള്ള കാര്യം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും സ്വപ്നം കാണുമ്പോൾ എപ്പോഴും പാൽപ്പായസം സ്വപ്നം കാണണം, പഴങ്കഞ്ഞി സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കാരണം കിട്ടാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യാധിപതി ട്രംപിൻ്റെ ഉറ്റ ചങ്ങാതിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ പോയി പ്രസംഗിച്ചു. ഇവിടെ നരേന്ദ്രമോദിക്ക് വേണ്ടി ട്രംപും ഇതുണ്ടായി. സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഉറ്റ ചങ്ങാതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ അതിന് ഇന്ത്യക്ക് കിട്ടിയത് 50% ചേരുവയാണ്. 2 ബില്ലുണ്ട്, അടിയന്തര ചർച്ചയ്ക്ക് എടുക്കണം. അപ്പോൾ അമേരിക്കയുമായി ശത്രുത കഴിയുന്ന ഉറ്റ ചങ്ങാതിയായ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയത് 50% ചേരുവയാണ്. എന്നാൽ അമേരിക്കയുമായി ശത്രുതയിൽ കഴിയുന്ന ചൈനയ്ക്ക് കിട്ടിയത് 30% തീരുവ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്ര ആയതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ട്രംപിൻ്റെ തീരുവയിൽ ഏറ്റവും ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കേരളമാണ്. ആ കേരളത്തിലെ കാർഷിക മേഖല ആസിയൻ കരാർ വഴി തന്നെ കാർഷിക വളർച്ച അട്ടിമറിക്കപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൻ്റെ നട്ടിൽ തകർക്കുന്ന നിലപാടാണ് ഈ തീരുവ വഴി സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കുരുമുളക്, ഏലം, മഞ്ഞൾ, ജാതി ഇതിൻ്റെയൊക്കെ 30% കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. 50% നികുതി ഇപ്പോൾ വന്നതോടുകൂടി അതിൻ്റെ വില കൂടിയാണ്. കേരളത്തിൽ നിന്ന് ഏകദേശം 2,900 കോടി രൂപയുടെ കയറ്റുമതിയാണ് ട്രംപ് തടഞ്ഞിരിക്കുന്നത്. ആ മാർക്കറ്റ് പൂർണ്ണമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കൈയടക്കുമെന്നുള്ള കാര്യം തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ മത്സ്യമേഖലയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുകയാണ്. 50% ഉയർന്ന വില നൽകിക്കൊണ്ട് അമേരിക്കയിൽ ആരും ചെമ്മീനും കൂന്തലൊന്നും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 10 ലക്ഷം വരുന്ന മത്സ്യമേഖലയിലെ മനുഷ്യരുടെ ജീവിതവും നരകതുല്യമായി പോകും എന്നുള്ള കാര്യം തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. കശുവണ്ടി, കയറ് എന്നീ പരമ്പരാഗത വ്യവസായങ്ങളുടെ വലിയ കയറ്റുമതി മാർക്കറ്റും അമേരിക്കയാണ്. ആ മേഖലയിലും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാകും. തേയില, കാപ്പി ഇതിൻ്റെ കയറ്റുമതിയിലും 30%-ഓളം കേരളത്തിൽ നിന്നാണ് ചെറിയ ബില്ലാണ് മന്ത്രി പോലും സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ ഈ രംഗത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണക്കാരായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തിമത്തായി ഇടപെടുന്ന കാര്യത്തിൽ പ്രതിപക്ഷം വളരെ ഗുരുതരമായ വീഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറ്റ് പല കാര്യങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് കാണുകയാണ്. ഇവിടെ പോലീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. വളരെ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ ലോക്കപ്പ് മർദ്ദനം ആദ്യമായി നിർത്തിയത് 1950-ലെ EMS ഗവൺമെൻറ്റാണ്. ആ നിലയിലെ ലോക്കപ്പ് മർദ്ദനം ഈ കേരളത്തിൽ പണ്ടുണ്ടായി 2003. ആ 2003 എന്താണ് തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് നടന്ന ചെത്തു തൊഴിലാളികളുടെ മാർച്ചാണ്. INTUC എല്ലാവരും കൂടി ചേർന്ന ഒരു മാർച്ചായിരുന്നു. ആ മാർച്ചിനോട് പോലീസ് എടുത്ത സമീപനത്തിൽ ആ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? ഒരു നടപടിയെടുത്തില്ല. ആ INTUC-യും BMS-ഉം CIT-യും AITs ഒക്കെ കൂടി ചേർന്ന തൊഴിലാളികൾക്ക് അവിടെ CITU കേന്ദ്രത്തിൽ ഉഴിച്ചിൽ കേന്ദ്രം നടത്തുന്ന ഒരു സ്ഥിതി വിഷയം നമ്മൾ ഇതുപോലെ തന്നെ ശരിയാണ്. പക്ഷേ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആ നിലയിൽ ജനങ്ങളോട് ചെറിയ ബില്ലാണ്, മിനിസ്റ്റർ പോലും വളരെ ചുരുക്കിയാണ് സംസാരിച്ചത്.
അങ്ങ് ഒരുപാട് സമയം ഇപ്പോൾ എടുത്തു. പ്ലീസ് അത് ചുരുക്കുകയാണ്. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സാർ. അപ്പോൾ സാർ 2024 ഈ കേരള പൊതുവിൽപ്പന നികുതി ബില്ല് ഇതുവഴി നമുക്ക് കേരളത്തിൻ്റെ പഴം വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നടപടിയും അതിനാവശ്യമായ രൂപത്തിലുള്ള നികുതി ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബില്ല് അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കും സാർ. ശ്രീ ടി ജെ വിനോദിന് 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, 2024 കേരള പൊതു വിൽപ്പന നികുതി ബിൽ സെലക്ട് കമ്മിറ്റി പരിഗണനയ്ക്ക് അയക്കണമെന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. സർ, ഈ ബില്ലിലെ ഭേദഗതി പ്രകാരം ഫോറിൻ ലിക്കർ വിഭാഗത്തിൽ ഹോട്ടി വൈൻ എന്നൊരു പുതിയ വിഭാഗം ഉൾപ്പെടുത്തുകയും അതിന് ഇന്ത്യൻ നിർമ്മിത വൈൻ എന്ന നിരക്കിൽ തന്നെ നികുതി ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ബില്ലിലെ ഭേദഗതി. ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു വളരെ ചെറിയ ബില്ലാണ്, അതുകൊണ്ട് അധികം സമയം എടുക്കരുതെന്ന് പല പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് 2 ബില്ല് ചെറിയ ബില്ലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മദ്യാസക്തിക്ക് പ്രേരകമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംസ്ഥാന സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തി കർഷകരെ സഹായിക്കുക എന്ന വ്യാജേന സംസ്ഥാനത്തെ മദ്യ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കുകയും വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. 2000 എന്തോ ഇല്ല, ഞാൻ വഴങ്ങിയിട്ടില്ല. ഗോവയിൽ എന്താണ്, ഞാൻ ഇവിടുത്തെ കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിക്കുന്നത്. എനിക്ക് ഗോവയിലെ കാര്യമല്ല പറയാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടുത്തെ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2023-24 ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഖണ്ഡിക 547 കേരളത്തിലെ ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ അനുമതി നൽകാൻ ഉത്തരവായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിക്ക, തൊണ്ട് തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടും വീര്യം കുറഞ്ഞ മദ്യം, വൈൻ എന്നിവ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടും കൂടി 2023-24 മദ്യനയത്തിൽ വീഞ്ഞ് നിർമ്മാണശാല നിയമത്തിൽ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചവീര്യമുള്ള വൈൻ സംസ്ഥാനത്ത് തന്നെ എക്സൈസ് വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് KSBCയുടെ ചില്ലറ വിൽപ്പനശാലയുടെ വിപണനം നടത്താൻ സർക്കാർ ലൈസൻസ് അനുവദിക്കുന്നതാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടി വൈന് ഇന്ത്യൻ നിർമ്മിത വൈൻ്റെ അതേ നികുതി ഘടന ഏർപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. യഥാർത്ഥത്തിൽ കർഷക വളർച്ചയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കർഷകരെ സഹായിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ്? അവർക്ക് വിളവെടുപ്പ് സമയത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത. അതോടൊപ്പം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ നല്ല മാർക്കറ്റുകൾ കണ്ടെത്തി കൊടുക്കാൻ ഉള്ള സഹായകരമായ നിലപാട് ഗവൺമെൻറ് കണ്ടെത്തി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം. കർഷകർക്ക് ആവശ്യമായ സബ്സിഡി നൽകാൻ തയ്യാറാകണം. കൂടാതെ വിലസ്ഥിരത ഉറപ്പുവരുത്താൻ താങ്ങുവില ഏർപ്പെടുത്തി അവരെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നതല്ല എന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ റോജി ജോണിൻ്റെ 13/2/2025 1591 നമ്പർ ചോദ്യത്തിന് മറുപടിയിൽ വ്യക്തമാണ്. അതിന് പ്രകാരം കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് വീതം ഉൾപ്പെടുത്തി 693.21 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ പ്ലാൻ സ്പേസ് റിപ്പോർട്ട് പ്രകാരം 350.87 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. അതായത് 50.62%. പിന്നെ എങ്ങനെയാണ് കർഷകരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ പദ്ധതി വിഹിതത്തിൽ അടങ്കൽ വെച്ചിട്ടുള്ള തുക പോലും കർഷകരുടെ
അവരുടെ മേഖലയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഗവൺമെൻറ് വെട്ടിക്കുറച്ചു, 50%-ലധികം വെട്ടിക്കുറച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നൽകിയ കൃഷി മന്ത്രി തന്നെ മറുപടിയിൽ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ വൈൻ ഉൽപ്പാദിപ്പിച്ച് കർഷകരെ രക്ഷപ്പെടുത്തുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല സാർ. സർക്കാർ ലക്ഷ്യം വരുമാന വർധനവാണ്, കർഷകരെ സഹായിക്കാനല്ല. കർഷകരെ സഹായിക്കാനാണെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ട പ്രോത്സാഹനം ഗവൺമെൻറ് കൊടുക്കണം. അവരുൽപ്പാദിപ്പിക്കുന്ന ആ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡഡ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ആ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കാനുള്ള സഹായകരമായ നിലപാട് ഗവൺമെൻറ് ഉണ്ടാക്കണം. സഹകരണ രംഗത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്താൻ കോർപ്പറേറ്റീവ് സഹകരണ രംഗത്ത് മാർക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിദേശ വിപണിയിൽ ഏർപ്പെടുത്തിയ എക്സ്പോർട്ടിംഗ് സാധ്യതകൾ കണ്ടെത്തണം. ഇപ്പം തന്നെ ഇവിടെ ബഹുമാനായ മുരളി പെരുന്നള്ളി സൂചിപ്പിക്കുകയുണ്ടായി, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്ക് വളരെ ഏറെ ഗുരുതരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ശ്രമം നമ്മൾ കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ മേഖലകളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകണം. അതിന് പകരം മദ്യത്തിൽ ആശ്രയിക്കുന്ന സമീപനം നീതിബോധമുള്ള ഒരു പൗരനും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, കാർഷിക ഉൽപ്പന്നങ്ങളെ മദ്യനിർമ്മാണത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നത് സംസ്ഥാനത്തിന് നല്ല പ്രവണതയല്ല. ആരോഗ്യ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് ഇത് ഇടവരുത്തും. കേരളം ഇതിനോടകം തന്നെ മദ്യ ഉൽപ്പാദനത്തിലേറെ മുന്നിലാണ് സാർ. ഓണക്കാലത്ത് 12 ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 920.74 കോടിയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് 824.07 കോടി രൂപയുടെ വിൽപ്പന മറികടന്ന് ഇക്കുറി റെക്കോർഡ് 9.34% വർധനമാണ് മദ്യവിൽപ്പനയിൽ വന്നിട്ടുള്ളത്. മുൻ UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 23 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 836 ബാറുകൾ പ്രവർത്തിച്ചു വരികയാണ് സാർ. ഒരു ഭാഗത്ത് മയക്കുമരുന്നിൻ്റെ വ്യാപനം വല്ലാതെ വർദ്ധിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും പത്രമെടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നടക്കുമോ എന്നുള്ള വലിയ ഒരു ഭീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് മയക്കുമരുന്നിൻ്റെ വ്യാപനം അതിഭയങ്കരമായ തോതിൽ വർദ്ധിച്ചു വരികയാണ്. സർക്കാർ സ്പോൺസേഡായി മറുഭാഗത്ത് മദ്യത്തിൻ്റെ ഉപയോഗവും വ്യാപനവും വർദ്ധിക്കുകയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന കലഹങ്ങൾ ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ സാധാരണ വാർത്തകളല്ലാതായി മാറിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടപ്രകാരം മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാൻ പണം തന്നില്ല എന്ന കാരണത്താൽ 10 മാസം ചുമന്ന് പ്രസവിച്ച സ്വന്തം അമ്മയെ നിങ്ങൾ എനിക്ക് എന്തിന് ജന്മം നൽകിയെന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം മകൻ കുത്തിക്കൊല്ലുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ പത്രങ്ങളിൽ വായിക്കുന്നത്. 8 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി മയക്കുമരുന്നിൻ്റെ ക്യാരിയറായി പ്രവർത്തിക്കുന്നു എന്ന വാർത്ത വായിക്കാൻ ഇടയാവുന്ന സാഹചര്യമാണ് ഈ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ഇന്ന് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനത്തിലൂടെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് എന്നുള്ള കാര്യം വളരെ ഗൗരവമായി കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന് പരിഹാരം കാണേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു വശത്തുകൂടി കർഷകരെ സഹായം എന്ന രീതിയിൽ മദ്യോപയോഗം നിയമവിധേയമായ വ്യാഖ്യാനം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിൽ കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 2 വർഷം മുമ്പ് 2023-24 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി പ്രകാരം ഏതെങ്കിലും കർഷകന് ഹോട്ടി വൈൻ ഉൽപ്പാദനത്തിൽ മുന്നോട്ട് വന്നിരുന്നോ, അതിലൂടെ കാർഷിക മേഖലയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയോ, കാർഷിക മേഖലയിൽ ഇതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ബില്ല് അവതരണ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ 2 വർഷം കൊണ്ട് കർഷകർക്ക് വരുമാന വർധനവിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും ഈ രംഗത്ത് പുരോഗതി എന്തെല്ലാമാണെന്ന് റിപ്പോർട്ട് കൈവശമുണ്ടെങ്കിൽ അത് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കണം അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഈ ബില്ല് ഭേദഗതി ഈ കർഷകർക്ക് വരുമാനമുണ്ടാക്കാനാണെന്ന് മുഖം കാണിച്ച എന്ന് പറഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം മദ്യവിപണനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന കൃഷിയിലൂടെയാണ്, മദ്യത്തിലൂടെയല്ല. അതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് ഈ ബിൽ
സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്നുള്ള ആവശ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിർത്തുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഈ വിഷയം ഞാൻ നേരത്തെ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ വളരെ മുൻപ് തന്നെ ചർച്ച ചെയ്തതും പൊതുവിൽ വലിയ തോതിൽ ഈ സഭ അംഗീകരിച്ചതും കേരളത്തിലെ കൃഷിക്കാരും പൊതുസമൂഹവും വലിയ തോതിൽ അംഗീകരിച്ചതുമായൊരു കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർമാരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട ശ്രീ മുരളി പെരുന്നല്ലി അംഗം അദ്ദേഹം ഇതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റി പറയുകയും പൊതുവായ ചില കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയുകയും ചെയ്തു. എന്നാൽ ശ്രീ വിനോദ് MLA അദ്ദേഹം രാഷ്ട്രീയമായി ഈ കാര്യത്തിനെ എതിർക്കേണ്ടതുകൊണ്ട് എതിർത്തു എന്നുള്ള തരത്തിലാണ് ചർച്ച കണ്ടത്. എന്താണ് സാർ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ മാറ്റം കൊണ്ട്? സാർ, യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന് പുതിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വേണം. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടായാലേ പറ്റുള്ളൂ. കേരളത്തിൻ്റെ പ്രത്യേകത, ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്, പലതും വേസ്റ്റായി പോകുന്നുണ്ട്. കാരണം നമ്മുടെ ചക്കയായാലും മാങ്ങയായാലും മറ്റ് വാഴപ്പഴമായാലും ഒക്കെ ഇതിന് വലിയ തോതിൽ ഈ നാച്ചുറലായിട്ടുള്ള വൈൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ജാതിക്കയും മറ്റ് മുളകിൽ നിന്ന് വരെ ഉള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൃഷിക്കാർക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അവസരം വേണം, ലൈസൻസ് വേണം. അത് വലിയ ലാഭം കിട്ടില്ലെങ്കിലും ഈ വേസ്റ്റാവാതെ തന്നെ സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനം വേണമെന്നുള്ളതാണ് സാർ ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വലിയ ലഹരിയുള്ള മദ്യമല്ല സാർ ഉദ്ദേശിച്ചത്. ഇത് വൈനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഹോട്ടി വൈൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ നികുതി നിയമത്തിലില്ല. ഇന്ത്യൻ നിർമ്മിത വൈനുണ്ട്. കൂടുതലും നമ്മുടെ ഇവിടെ വരുന്ന വൈനൊക്കെ കൂടുതലും മുന്തിരിയിൽ നിന്നൊക്കെ വരുന്ന വൈനാണ്. അപ്പോൾ ഇവിടെയുള്ള ആ ഉൽപ്പന്നങ്ങൾ, ഇവിടുത്തെ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മഹാരാഷ്ട്രയിൽ നിന്നോ മറ്റു സ്ഥലത്തു നിന്നൊക്കെ വരുന്ന മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈനിന് പകരം ഇവിടെയുള്ള വൈൻ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ മാർക്കറ്റ്. എല്ലാവരും ഇതുകൊണ്ട് വൈനം കുടിച്ചു പോകാമെന്നുള്ളതല്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്ന വൈനിന് പകരം ഇവിടുത്തെ ഉള്ള വൈൻ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ആവശ്യം കർഷക സംഘടനകൾ, അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ സംഘടനകളും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അത് കൊണ്ടുവന്ന് നിയമപരമായിട്ട് അത് നടപ്പിലാക്കണമെങ്കിൽ ഇത്രയും നടപടിക്രമമുണ്ട്. ഇപ്പം തന്നെ ഈ നികുതി തന്നെ പാടില്ല എന്ന് പറയുന്നുണ്ട് കർഷക സംഘടനകൾ. കാരണം ഈ നികുതി ആയാൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അന്നേ പറഞ്ഞത് നമ്മുടെ നിലവിലുള്ള വൈൻ്റെ നികുതിക്കുൾപ്പെടെ ഒപ്പം ഇതാക്കും എന്നാണ് പറഞ്ഞത്. സാർ, ഇത് ഈ വളഞ്ഞ വഴിയിൽ കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനല്ല, ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സാർ. ഈ വൈൻ ഉൽപ്പാദനം തന്നെ സാങ്കേതികമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതങ്ങനെ വലിയ വരുമാനം ഒന്നും ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് പോകുന്നൊരു കാര്യമായിട്ട് വ്യക്തിപരമായി എനിക്കും തോന്നുന്നില്ല. പക്ഷേ സാർ, ഇത് ഇങ്ങനൊരു സംവിധാനം വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വേണം. ഞാൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വിലയേറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന കമ്പനി, മറ്റു ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി, ഇതൊക്കെ പറഞ്ഞത് കേരളത്തിൽ അതിനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും. പുതിയ പഴവർഗ്ഗങ്ങൾ, തോട്ടം മേഖലയിൽ റബ്ബറിനും ഇന്നത്തെ റബ്ബറും മറ്റ് പരിമിതമായ തോട്ടം വിളകൾക്ക് പകരം ചില വിളകൾ ചേർക്കണമെന്നുള്ള അഭിപ്രായവും ഇതിനകത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവിൽ അതിനകത്ത് ധാരണയാവേണ്ടതുണ്ട്. പക്ഷേ അത്തരം വിളകളൊക്കെ കൊണ്ടുവന്നില്ല എങ്ങനെയാണ് കേരളത്തിലെ കാർഷിക മേഖല നന്നാവുക? പഴവർഗ്ഗങ്ങൾ പണ്ട് 200 വർഷം മുമ്പ് പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ അതിനുശേഷം ബ്രിട്ടീഷുകാരോ ഒക്കെ കൊണ്ടുവച്ച റബ്ബർ തന്നെയാണ് വേണ്ടത്, അതിന് പകരം പുതിയ വില കിട്ടുന്നൊരു വിള വേണ്ടാന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട. ഇന്ന് ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചർച്ച നടന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് സാർ ഇത്തരം ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ കാര്യം. സാർ, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ വലിയ ലാഭം ഉണ്ടാക്കാനുള്ളൊരു കാര്യമേ അല്ല ഇത് സക്സസ്ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഇത്രയും വിജയിച്ചെടുക്കണമെങ്കിൽ. പക്ഷേ ഇത് വിജയിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതൊരു പുതിയ വഴി തുറക്കലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ വെക്കുന്നത്. അല്ലാതെ മദ്യം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല. മദ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ വ്യാപനം വന്നിട്ടില്ല കേരളത്തിൽ. അങ്ങനെ നമ്മളക്കാര്യത്തിൽ നിയന്ത്രിച്ച് തന്നെയാണ്. ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാർ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പലതവണ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പല സ്റ്റെപ്പ് എടുത്തെങ്കിലും നമ്മൾ മദ്യത്തിനകത്ത് അങ്ങനെ ഊന്നി കൂടുതൽ വന്നിട്ടില്ല. കണക്കുകൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കി ചെയ്യണം. നമ്മളിപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്കാണ് ഇത് അയക്കുന്നത്. ആ കമ്മിറ്റിക്ക് അയച്ചിട്ട് ഇത് നമുക്ക് വീണ്ടും വരുമ്പോൾ വീണ്ടും ഇത് പരിശോധിക്കാൻ പറ്റും, കമ്മിറ്റിയിലും പരിശോധിക്കാൻ പറ്റും. എന്നാലും ഇത് 2 വർഷം മുമ്പ് തന്നെ വരേണ്ട ഒരു അമെൻമെൻ്റാണ്. ഇപ്പോഴാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം നടപടിക്രമങ്ങളുടെ ഒരു നൂലാമാലകൾ കൊണ്ടാണ് ആ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോയിട്ട് ഇതിന് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും വേണം. സാർ, ഒരു കാര്യം കൂടി, ഇതിനകത്ത് നമ്മൾ ധാന്യങ്ങൾ ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്, അതിനെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ.
കാരണം പെരിഷബിളായിട്ടുള്ള കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, പഴങ്ങൾ, അതേ ഉപയോഗിച്ചുള്ളൂ. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബിയർ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ ബാർലിയും അല്ലെങ്കിൽ ഗോതമ്പും അതേപോലെ നെല്ലും ഒക്കെ ഉപയോഗിച്ചാണ്. ഇത് ബിയർ അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അത്തരം സാധനങ്ങൾ തൊടാതിരിക്കാൻ നമ്മളിതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഇവിടെ നമ്മൾ പ്രാദേശികമായ കാർഷിക ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പം അതിനകത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഒഴികെയുള്ള പഴവർഗ്ഗങ്ങളെന്ന് എടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേസ്റ്റായി പോകുന്നൊരു സാധനത്തെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന കാഴ്ചപ്പാടാണ് ഇത് അംഗീകരിക്കണമെന്ന് മനസ്സിലാക്കുന്നത്. ശ്രീ മുരളി പെരുന്നെല്ലി, 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായതിന് സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ TJ വിനോദ്, 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ഇനി 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 8 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സെലക്ട് കമ്മിറ്റി 8 പരിഗണനയ്ക്ക് അയക്കുന്നു.